എന്ത് തോന്നിവാസവും കാണിക്കാമെന്ന തരത്തില് കേരളത്തിലെ തൊഴിലാളി വർഗം അധപ്പതിച്ചാൽ പിന്നെ എന്തിനാണ് ഭരണകൂടത്തെ നിങ്ങൾ തിരഞ്ഞെടുത്ത് അധികാരമേൽപ്പിച്ച് ഇവിടെ ഇരുത്തിയിരിക്കുന്നത്? അക്രമത്തിലൂടെ എന്ത് അന്യായമായതും ന്യായമായതുമായ കാര്യങ്ങൾ നേടിയെടുക്കാമെന്ന് കരുതുന്നത് അത് ഭരണവർഗമാകട്ടെ തൊഴിലാളി വർഗമാകട്ടെ തീർത്തും ഗുണ്ടായിസം തന്നെയാണ് എന്ന് പറയാതെ വയ്യ. ഇന്നലെയാണ് INTUC മാസികയിൽ ആശാവർക്കർമാരുടെ സമരത്തെ തീർത്തും തള്ളിക്കളഞ്ഞുകൊണ്ടുള്ള ലേഖനം INTUCയുടെ നേതാവ് തന്നെയായ അനൂപ് പങ്കുവച്ചത്. അത് വൻ ചർച്ചയായ സാഹചര്യത്തിൽ ഹസൻ ഉൾപ്പെടെയുള്ളവർ ആ ലേഖനത്തിനെയും ആ ലേഖനത്തിൽ പരാമർശിച്ചിരിക്കുന്ന കാര്യങ്ങളെയും തള്ളിക്കൊണ്ട് ആശമാർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നതായി വീണ്ടും അറിയിച്ചിരുന്നു. അതിന് പിന്നാലെയാണ് INTUCയുടെ സ്ത്രീ നേതാക്കൾ എല്ലാവരും കൂടി ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ വസതിക്ക് മുന്നിലേക്ക് ഇപ്പോൾ പ്രതിഷേധ ജാഥ നടത്തുന്നത്. ഇതെന്തൊരു അക്രമമാണ്! ഈ കാണിക്കുന്ന രാഷ്ട്രീയമൊക്കെ എന്തുകൊണ്ട് കേന്ദ്ര സർക്കാരിനോട് കാണിക്കാനുള്ള ചങ്കൂറ്റം ഈ പറയുന്നവർക്കൊന്നും ഉണ്ടാകുന്നില്ല? കുറച്ചു മുന്നെയാണ് BJPയുടെ അധ്യക്ഷനായി തിരഞ്ഞെടുക്കപ്പെട്ട രാജീവ് ചന്ദ്രശേഖർ ആശമാർക്ക് കേരളം കൊടുക്കാനുള്ളതൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ബാക്കി താൻ പരിഹരിക്കാമെന്ന് പറഞ്ഞത്. അപ്പോൾ ബാക്കി എന്ന ഒരു ഉത്തരം അവിടെ തന്നെ നിൽപ്പുണ്ടല്ലോ. ആ ബാക്കിക്ക് വേണ്ടി എന്തുകൊണ്ടാണ് ഈ പറയുന്ന കോൺഗ്രസുകാരും വനിതാ നേതാക്കന്മാരും കേന്ദ്ര സർക്കാരിനോട് യുദ്ധം ചെയ്യുന്നില്ല? അതിന് രണ്ട് കാരണങ്ങളാണ് ഉള്ളത്. ഒന്ന്, സംസ്ഥാന സർക്കാരിനെ താഴെ ഇറക്കുക എന്നതും ഭരണപരാജയമാണ് എന്നും വരുത്തി തീർക്കാനുള്ള ഗൂഢാലോചനയുടെ ഭാഗമാണ് ഈ നടത്തുന്ന ആശാവർക്കർമാരുടെ സമര കോലാഹലങ്ങളൊക്കെ. രണ്ട്, കേന്ദ്ര സർക്കാരിനോട് സംസ്ഥാന സർക്കാരിനോട് കാണിക്കുന്നത് പോലെയുള്ള നടപടികളുമായി ചെന്നാൽ വിവരമറിയുമെന്ന് ഈ പറയുന്നവർക്കൊക്കെ വളരെ വ്യക്തമായി അറിയാം. ഈ കാണിക്കുന്നതൊക്കെ അങ്ങ് ഡൽഹിയിൽ ചെന്ന് മോദിയോട് കാണിക്കേണ്ട, കേരളത്തിൽ തന്നെ ഉണ്ടല്ലോ BJPയുടെ പല MPമാരും അധ്യക്ഷന്മാരും ഒക്കെ. എന്തുകൊണ്ട് അവരോട് ആരോടും ഇതൊന്നും കാണിക്കുന്നില്ല? നിരാഹാരം കിടന്ന് മറ്റു കോൺഗ്രസ്കാരുടെയും BJPക്കാരുടെയും വാക്കുകേട്ട് മഴയും വെയിലും മഞ്ഞും കൊണ്ട് മടുത്തു. ഇനി ഇതിനൊരു പരിഹാരം ഉണ്ടാകണമെങ്കിൽ ഇത്തരം അക്രമം തന്നെ വേണ്ടിവരുമെന്ന് ഉറപ്പായ സാഹചര്യത്തിൽ എന്തിനും തയ്യാറായി ഒരുങ്ങുന്നത് ഒരു മന്ത്രിയുടെ വസതിക്കു നേരെയാണെന്ന് ഓർക്കണം. ഇന്നലെ അബദ്ധത്തിൽ ഒരു മാസിക വഴി കോൺഗ്രസിന്റെ മനസ്സിലിരിപ്പ് പുറത്തു വന്നു. ഇനി ആ ജാള്യത മറയ്ക്കാൻ ഇത്തരം വലിയ പ്രകടനങ്ങൾ എന്തെങ്കിലും നടത്തുക മാത്രമേ ലക്ഷ്യമുള്ളൂ എന്ന് കോൺഗ്രസ് നേതൃത്വത്തിന് നന്നായി അറിയാം. കോൺഗ്രസിന്റെ ഗൂഢലക്ഷ്യം പുറത്തു വന്നതോടുകൂടി ആശമാർ തങ്ങൾക്കെതിരെ തിരിയുമെന്ന് ഉറപ്പു വന്നപ്പോഴാണ് ഇത്തരം ഒരു പ്രകടനം സ്ത്രീകളെ വെച്ച് നടത്തിയാൽ ആശമാർക്ക് ഐക്യദാർഢ്യം തങ്ങളുടെ ഭാഗത്തു നിന്നുണ്ട് എന്ന തോന്നൽ ഉണ്ടാക്കാമെന്നുള്ള രാഷ്ട്രീയ കുബുദ്ധി ഉദിച്ചത്. 44 ദിവസം BJPയുടെയും കോൺഗ്രസിന്റെയും വാക്കുകേട്ട് ഇക്കണ്ട ബുദ്ധിമുട്ടൊക്കെ സഹിച്ചവർക്ക് എന്തുകൊണ്ടാണ് ഇനി തുച്ഛമായ ദിവസത്തിനുള്ളിൽ കേന്ദ്രമന്ത്രിയും സംസ്ഥാന ആരോഗ്യമന്ത്രിയും തമ്മിലുള്ള കൂടിക്കാഴ്ച വരെ ക്ഷമിക്കാൻ പറ്റാത്തത്? കാരണം കൃത്യമായി അറിയാം, വീണ ജോർജ് കേന്ദ്രമന്ത്രിയെ കണ്ടു കഴിഞ്ഞാൽ കേന്ദ്രത്തിന്റെ അനീതി തെളിവുകൾ സഹിതം ബോധിപ്പിക്കുമെന്നും അതോടുകൂടി ആശമാർക്കും അതിന് പിന്നിൽ നിന്ന് ചരട് വലിക്കുന്നവർക്കും ഉത്തരം മുട്ടുമെന്നും. അതിനു മുന്നേയുള്ള ചെറിയ കാലയളവിൽ ചെയ്തു കൂട്ടാവുന്നതൊക്കെ ചെയ്തു കൂട്ടണം എന്നുള്ള ശക്തമായ ഗൂഢാലോചനയുടെ ഭാഗം തന്നെയാണ് ഇപ്പോൾ നടത്തുന്ന ഈ സമര കോലാഹലങ്ങളുടെ പുതിയ മുഖം. യാതൊരു ന്യായവുമില്ലാത്ത ഒരു സമരത്തിന് മുന്നിട്ടിറങ്ങുന്നവരുടെ ഒക്കെ ബാങ്ക് രേഖകൾ ഉൾപ്പെടെ പരിശോധിക്കണമെന്നുള്ള ശക്തമായ നിർദ്ദേശങ്ങൾ പല ഭാഗത്തു നിന്നും വരുന്നുണ്ട്. ഇത്രയും നീണ്ട ദിവസം സെക്രട്ടേറിയറ്റ് പഠിക്കൽ യാതൊരു ജീവിത മാർഗവും ഇല്ലാത്ത സ്ത്രീകൾ വീടും കുടുംബവും കുട്ടികളെയും തങ്ങളുടെ ജീവനോപാധികളെ മുഴുവൻ ഉപേക്ഷിച്ചുകൊണ്ട് യാതൊരു വരുമാനവും ഇല്ലാതെ സമരം കിടക്കാൻ തയ്യാറാകണമെങ്കിൽ അതിനു പിന്നിലുള്ള ലക്ഷ്യം എന്തെന്ന് ഒന്നുകൂടി ആഴത്തിൽ ചിന്തിക്കേണ്ടി വരും. ഒരു തൊഴിലിടത്തിൽ നിന്ന് ന്യായമായ വേതനമോ ആനുകൂല്യങ്ങളോ പരിഗണനയോ ലഭിക്കുന്നില്ല എങ്കിൽ സാധാരണക്കാരനായ ഏത് വ്യക്തിയും ചെയ്യുന്നത് ആ തൊഴിലിടം ഉപേക്ഷിച്ച് മാന്യമായ ജോലികൾക്ക് പോകുമെന്നുള്ളതാണ്. ഇല്ലാതെ യാതൊരു ജീവിത മാർഗങ്ങളും ഇല്ലാത്തവർ ആ ജോലിയിൽ തന്നെ കടിച്ചു തൂങ്ങി കുടുംബത്തെയും കുട്ടികളെയും ഉൾപ്പെടെ പൂർണ്ണമായും പട്ടിണിയിലേക്ക് തള്ളിവിടുമെന്ന് വിശ്വസിക്കാൻ കേരളത്തിലെ ജനങ്ങൾ മണ്ടന്മാരല്ല. അപ്പോൾ ഇങ്ങനെ വേണം കരുതാൻ, സമരം ചെയ്യുന്നവർക്ക് അവരുടെ വരുമാനത്തിനും സർക്കാരിനെ തള്ളിപ്പറയുന്നതിനും ശമ്പളത്തിന് ബദലായി മറ്റു ആനുകൂല്യങ്ങൾ അന്തർധാര വഴി കിട്ടുന്നുണ്ട് എന്ന്. ഇപ്പോൾ INTUC പ്രവർത്തകർ കാണിക്കുന്നത് ഒരുതരം നാണം കെട്ട കളിയാണ്. ചെമ്മരിയാടിന്റെ മുഖം വലിച്ചു കീറപ്പെട്ട് ചെന്നായ്ക്കളാണെന്ന് ലോകം തിരിച്ചറിഞ്ഞപ്പോൾ ആ മുഖത്ത് പിന്നെയും പുട്ടിയിടാനുള്ള തന്ത്രം മാത്രമാണ് ഈ സമരമെന്ന് ആർക്കാണ് മനസ്സിലാക്കാത്തത്? അത്ര ധൈര്യമുള്ളവരാണെങ്കിൽ കേന്ദ്ര സർക്കാരിനോട് സമരം ചെയ്യണം. ഒന്നുകിൽ അർഹതപ്പെട്ടത് തരാൻ, അതല്ലെങ്കിൽ കേരളം അർഹതപ്പെട്ടത് തരുന്നില്ല എന്നാണെങ്കിൽ അത് നേടിത്തരാൻ.